ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി എന്തായാലും മിനി ഗാർഡൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലേയിൽ കുറച്ച് ഗ്രീൻ പെയിൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ഒരു ചെടിക്ക് ഇതിൽ നിന്ന് തന്നെ ഗ്രീൻ കളർ വരണം, അല്ലാതെ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഗ്രീൻ തന്നെ വരണം. അതുകൊണ്ട് ഞാനതിൽ ഗ്രീൻ ആഡ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്ത് ഒരു ലീഫിൻ്റെ പോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതായത് ഒരു വിരൽ വെച്ചൊന്ന് ഡിപ്പ് ചെയ്ത് ലീഫ് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബേസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലങ്ങ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഫെവിക്കോൾ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ ഓരോ ഇതളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഒരു ഷെയ്ഡ് ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാട്ടർ കളറിൻ്റെ റെഡ് കളറാണ് എടുക്കുന്നത്. ഇങ്ങനെ നൈഫ് വെച്ച് പൊടിച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മുടെ ബ്രഷ് കൊണ്ട് ചുമ്മാ അതിൻ്റെ ആ തുമ്പിൽ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പ്ലാന്റ് ചെയ്യാം. അതും ഈ സെയിം ക്ലേ തന്നെയാണ്, ഇച്ചിരി കളർ മാറ്റമാണെന്നേ ഉള്ളൂ. അതേ ക്ലേ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നീളത്തി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ വെച്ച് അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് ബെൻഡായിട്ടിരിക്കാൻ വേണ്ടി ഞാനൊരു ടൂളിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്ന് തന്നെ അത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ്ട് ഈ ഡാർക്ക് ഗ്രീൻ കളർ അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഇതളായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരുമിച്ച് ഒട്ടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ചെടി മാത്രം പോരല്ലോ, ഇനി നമുക്ക് പോട്ട് കൂടെ വേണ്ടേ. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ സർഫ് എക്സൽ ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ലേ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടി, അതായത് ഒരു പോട്ടിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ പോട്ടിനൊരു ക്യൂട്ട്നെസ് തോന്നാൻ വേണ്ടി 2 ചെവിയും കൂടെ വെച്ച് കൊടുക്കാം.
നമ്മുടെ ലീഫിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞില്ലായിരുന്നു. ഗ്രീൻ കളർ അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം നമുക്കിനി വൈറ്റ് കളർ വെച്ച് കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിൽ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്ലാന്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ആ ഗ്രീൻ കളർ ചെയ്തിരിക്കുന്നത് ഞാൻ ബാക്കി വന്ന ക്ലേയിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ പോട്ടിന് വൈറ്റ് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അതേ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് താണ്ട് ഞാൻ കുറച്ച് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തിട്ട് ടെഡി ബിയറിൻ്റെ ലുക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണ് നിറച്ചിട്ട് വരാം. മണ്ണ് നിറയ്ക്കുന്ന വേറെ ഒന്നിനും അല്ല, ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയാണ്. അപ്പോൾ മണ്ണ് നിറച്ച് നമുക്കിനി ചെടി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് സ്റ്റഡി റൂമിലൊക്കെ വെക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് അല്ലേ കാണാൻ. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, വാടിപ്പോവൊന്നും പേടിക്കേണ്ട, എന്നും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ ഇതേ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്കൊരു ഊർജ്ജം കിട്ടത്തുള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ബൈ.